ഹലോ, നമ്മൾ ഇന്ന് സ്റ്റുഡിയോ കണക്ട് ആർക്കിടെക്ചർ ഫേമും എറ്റ്ലൈറ്റ് ഇൻറ്റീരിയേഴ്സുമായിട്ട് കൊല്ലം കുളക്കടയിൽ റീസെൻ്റ്ലി കംപ്ലീറ്റ് ചെയ്ത സേതു ചേട്ടൻ്റെയും ദീപ്തി ചേച്ചിയുടെയും വീടിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. റോഡിൽ നിന്ന് ഏകദേശം 4 മീറ്റർ താഴെ അത്യാവശ്യം ഡിഫിക്കൽട്ടായിട്ടൊരു സൈറ്റായിരുന്നു. നല്ല നീളത്തിൽ ഒരു 30 സെൻറ്റ് സ്ഥലമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ പ്ലാനിങ് എന്തൊക്കെയാണ് കൺസിഡർ ചെയ്തേക്കുന്നതെന്നും ക്ലയൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റും എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലയൻറ്റിനോട് തന്നെ ചോദിച്ചറിയാം. ഈ പ്ലോട്ടിൻ്റെ നേരത്തെ പറഞ്ഞ പ്രത്യേകത അനുസരിച്ച് വീതി വളരെ കൂടുതലാണ്. വളരെ വലിയ വിൻഡോസും നല്ല രീതിയിൽ വെട്ടം കയറുന്ന ജനലുകളാണ് നമ്മൾ ഫുൾ കൊടുത്തേക്കുന്നതെന്ന് കണ്ടു. അപ്പോൾ അതിൽ പ്രൈവസി എങ്ങനെ എൻഷുർ ചെയ്ത്, കാരണം പ്രൈവസി വളരെ കൺസേൺ ആയിട്ടുള്ള ക്ലയൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ ഒരു വീതിയുള്ള പ്ലോട്ടും വലിയ വിൻഡോയും അതിൽ പ്രൈവസി എങ്ങനെ എൻഷുർ ചെയ്തു എന്നുള്ളതാണ്. അതിൽ നമ്മൾ ചെയ്തേക്കുന്നത് ഈ ഒരു വീടിനെ തന്നെ ഒരു പ്രൈവറ്റ് പാർട്ടും പബ്ലിക് പാർട്ടുമായിട്ടുമാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ആ കാര്യങ്ങളും നമുക്ക് വീടിൻ്റെ അകത്ത് ചെന്ന് കാണാം. വളരെ മിനിമലായിട്ട് ക്ലാസി ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ ആണ് നമ്മൾ ഈ പ്രോജക്റ്റിന് വേണ്ടി ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മളുടെ ഈ ഇൻറ്റീരിയർ ചെയ്ത ടീം എറ്റിലൈറ്റിൻ്റെ അജിരാജ് ഏട്ടൻ നമ്മളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ആളുടെ എക്സ്പീരിയൻസും കൂടെ നമുക്ക് കേൾക്കാം. ഹായ് അനു. ഹലോ. ഹലോ. പ്രോജക്റ്റ് വളരെ സന്തോഷം തന്നൊരു പ്രൊജക്റ്റാണ്. എല്ലാ പ്രൊജക്റ്റും പോലെ നമുക്ക് ലാസ്റ്റ് വീക്കിൽ നമ്മളൊരു ചെറിയ 1-2 റീൽസ് ഒക്കെ ഇട്ടപ്പോൾ തന്നെ വളരെയധികം ആൾക്കാർ കളർ തീം, പിന്നെ ഇതിൻ്റെ ഡിസൈൻസ്, ഇൻറ്റീരിയർ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ ഇമീഡിയറ്റ് ആയിട്ടൊരു വീഡിയോ അറേഞ്ച് ചെയ്യാമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തത് അതുകൊണ്ടാണ്. നമുക്ക് എൻ്റെ ഡീറ്റെയിൽസ് ഈ ഫാമിലിയിൽ നിന്ന് തന്നെ അറിയാം. സേതു സാറും ഫാമിലിയും ഉണ്ട്. ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്കൊന്നറിയാം. ഈ ഒരു പ്രൊജക്ട് ചെയ്തപ്പോൾ എന്താണ് അവർക്ക് ഫീൽ ചെയ്തത്, ഇനി ചെയ്യാൻ പോകുന്നവർക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം, നമ്മളുടെ ഒരു ടീമുമായിട്ട് ചെയ്തപ്പം അവർക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് നമുക്കത് നോക്കാം. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഈ വീട്ടിൽ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടെന്ന് ഡിസ്കസ് ചെയ്തു. അത് ഈ ഒരു ഫോർമൽ ലിവിങ് ഏരിയ ആണ്. ഫോർമൽ ലിവിങ്ങിൽ നിന്ന് ഒരു ട്രാൻസിഷൻ സ്പേസ് കൊടുത്തിട്ടാണ് ബാക്കിയുള്ള ഫാമിലി സ്പേസസിലേക്കൊക്കെ പോകുന്നത്. ഈ ഫോർമൽ ലിവിങ്ങിൽ നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത് ഒരു 2-സീറ്റർ സോഫയും 2 ചെയർസുമാണ്. ഫർണിച്ചറിൻ്റെ കളർ കോമ്പിനേഷൻ ആയാലും ലാമിനേറ്റ് സെലക്ഷൻ ആയാലും ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമ്മളൊരു കൺസോളാണ് കൊടുത്തേക്കുന്നത്. കൺസോളും അതിനടിയിലൊരു ചെറിയ സ്റ്റോറേജും കൂടാണ്ട് പൂജ കയറി വരുമ്പോൾ തന്നെ കാണുന്ന രീതിയിലാണ് പൂജ സ്പേസും അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലാമിനേറ്റ് സെലക്ഷനൊക്കെ ആയാലും തടിയുടെ കളർ ആയാലും പെയിൻ്റ് ആയാലും എല്ലാം നമ്മൾ മാച്ചിങ് അല്ലെങ്കിൽ ആ ഒരു ടോൺ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്പേസിൽ നിന്ന്, അതായത് നമ്മളുടെ ഈ പബ്ലിക് സ്പേസിൽ നിന്ന് ഒരു ട്രാൻസിഷൻ ത്രൂ ആണ് നമ്മളുടെ വീടിൻ്റെ പ്രൈവറ്റ് ഏരിയയിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ട്രാൻസിഷൻ്റെ റൈറ്റ് സൈഡിലായാലും ലെഫ്റ്റ് സൈഡിലായാലും നമ്മൾക്ക് പാഷ്യോ സ്പേസസ് ഉണ്ട്. ഒന്ന് ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു പാഷ്യോയും ഒന്ന് ഓപ്പൺ ആയിട്ടുള്ളൊരു പാഷ്യോയും. ഓപ്പൺ ആയിട്ടുള്ളൊരു പാഷ്യോ നമ്മളുടെ റോഡിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു വീടിൻ്റെ ആയാലും ഈ ഒരു കംപ്ലീഷൻ ടൈം നമുക്കായാലും ചേട്ടനായാലും എല്ലാവർക്കും വളരെ ഓവർവെൽമിംഗ് ആയിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ ഈ ഒരു ജേർണിനെ പറ്റി നമ്മളുടെ ക്ലയൻസ് ആയ സേതു ചേട്ടനോടും ദീപ്തി ചേച്ചിയോടും തന്നെ ചോദിച്ചറിയാം ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നുള്ളത്. ഹലോ ചേച്ചി. ഇതാണ് നമ്മളുടെ ക്ലയൻസ്. കുഞ്ഞ് ഒരു ചെറിയ ആളും കൂടെ ഉണ്ട്. ആളിപ്പോൾ ഉറങ്ങിക്കിടക്കുക. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസിലൂടെ നമുക്കൊന്ന് പോവാം. ഇതിൽ ഇപ്പോൾ ഞങ്ങൾ ആക്ച്വലി വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. അതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഞങ്ങൾ ഈ ലാസ്റ്റ് വീക്കിൽ എവിടെ നിന്നായിരുന്നു ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അതിനെക്കുറിച്ചൊന്ന് റിവൈൻഡ് ചെയ്ത് വന്നപ്പോഴാണ് നമുക്ക് ആ സാറ്റിസ്ഫാക്ഷൻ എത്ര പീക്കിലാണ് ഇപ്പോൾ എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ആ ജേർണിയിലെ ഓരോ ഘട്ടത്തിലും നമ്മൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ഇൻട്രാക്ട് ചെയ്ത് അതിൽ സത്യം പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ഇതൊരു ഗ്രൂപ്പ് വർക്കാണ് ആക്ച്വലി. ഇതിൽ നമ്മൾ ആർക്കിടെക്റ്റിനെ സെലക്ട് ചെയ്ത് കോൺട്രാക്ടറെ സെലക്ട് ചെയ്ത് അങ്ങനെ ഇതിന് പല പല ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടത്തിലെല്ലാം നമ്മൾ പലതരത്തിലുള്ള സ്ട്രഗിൾസ് ഉണ്ടാകാം. നമുക്ക് പലതരത്തിലുള്ള എന്താ പറയുന്നത് ചാലഞ്ചസ്. എസ്പെഷ്യലി ഞങ്ങൾ സ്ഥിരമായിട്ട് നാട്ടിലില്ലാത്തവരാണ്. സോ ഡെഫിനറ്റ്ലി ഞങ്ങൾക്ക് കോൺടാക്ട്സ് ഇപ്പോൾ കുറവാണ്. സോ കണക്ഷനും ഇപ്പോൾ കുറവാണ്. സോ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വെരി ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അത് പ്ലസ് ഞങ്ങളുടെ പ്ലോട്ടിന് കുറച്ച് ചാലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. പ്ലോട്ട് അത്ര സ്ട്രെയിറ്റ് പ്ലോട്ട് അല്ലായിരുന്നു. സോ അനു റിയലി ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇത് ഇത്രയും നല്ലൊരു പ്രോജക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട്. ഫസ്റ്റ് കണ്ട കുറേ പേര് പറഞ്ഞത് ഇതിനകത്തൊരു വീട് പോസിബിൾ അല്ല എന്നാണ്. കാരണം റിയലി സ്ലാൻഡിങ് ആയിരുന്നു സൈറ്റ്. ഞങ്ങളും ഓൾമോസ്റ്റ് അത് ഉപേക്ഷിച്ച മട്ടായിരുന്നു.
ആ സമയത്താണ് ഞങ്ങളുടെ ഒരു കസിൻ ത്രൂ അനുവിൻ്റെ റെഫറൻസ് കിട്ടുന്നത്. അനു ആണ് ഫസ്റ്റ് വന്നിട്ട് ഞങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഈ സൈറ്റ് കണ്ടിട്ട് ഇത് നടത്താം, അല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു ഹോപ്പ് തരുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് ചാലഞ്ചസിനകത്തുനിന്ന് ഞങ്ങളിത് അനുവും കൂടെ ചേർന്നിട്ട് ഞങ്ങളിതൊരു പ്ലാനാക്കി എത്തിച്ചിട്ടും സ്റ്റാർട്ട് ചെയ്തിട്ടും പിന്നെയും കുറേ ചാലഞ്ചസ് എഗെയിൻ ആൻഡ് എഗെയിൻ വരുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കാത്ത ചാലഞ്ചസും പ്ലോട്ടിനുണ്ടെന്ന് നമ്മൾ അറിയുന്നത്. പക്ഷെ എല്ലാം ഓവർകം ചെയ്ത് ഓരോ പ്രാവശ്യം സൈറ്റിൽ നിന്ന് ഓരോ ചാലഞ്ചസ് ഉണ്ടെന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ അനു ഒരു പോസിറ്റീവായിട്ട് റിപ്ലൈ, അല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ, ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ പ്ലോട്ടിൻ്റെ ചലഞ്ചസ് നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ. പക്ഷേ എങ്കിൽ തന്നെ ഇപ്പോൾ സ്ലൈറ്റ്ലി ഈ റോഡ് കൊണ്ട് സ്ലൈറ്റ്ലി താഴ്ന്നു നിൽക്കുന്നതുകൊണ്ട് നമുക്കൊരു പ്രൈവസി ഫീൽ ചെയ്യുന്നുണ്ട്. അത് ആക്ച്വലി അനു ബിഗിനിങ്ങിലെ ഞങ്ങളോട് പറഞ്ഞിരുന്നത് കുറച്ച് താഴ്ന്നു നിൽക്കുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾ കുറച്ച് ഈ ലാൻഡ് ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി കുറച്ച് പൊക്കിയിരുന്നു. അന്ന് അനുവിനോട് ഞാൻ ചോദിച്ചു, അനു ഇത് വളരെ നിർബന്ധമായിട്ട് ഞാൻ പറഞ്ഞു മണ്ണിട്ട് പൊക്കരുത് എന്നുള്ളത്. കാരണം അത് ഒരുപാട് അനാവശ്യ പൈസ ഇതിനകത്ത് ഇറങ്ങും ഉറപ്പായിട്ടും. അല്ല, ഞങ്ങൾക്ക് 2-3 പ്ലാനുകൾ അനു സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് പ്ലോട്ടിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ, കാരണം താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങുന്ന പോലെ, പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് നിർത്തിയാൽ എങ്ങനെയാണ്, റോഡ് പൊക്കം വന്നാൽ എങ്ങനെയാണ്, അങ്ങനെ 2-3 തരത്തിലുള്ളത് കാണിച്ചു തന്നിട്ടുണ്ട്. അനു ബേസിക്കലി കോസ്റ്റ് ഓറിയൻറ്റഡ് ആണ്. കോസ്റ്റും കൂടെ നമ്മുടെ അടുത്ത് കുറച്ച് പറയും. കാരണം ചില സമയത്ത് ഞങ്ങൾ കോസ്റ്റും മറ്റു കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒന്നും നോക്കാണ്ട് ചില ഐഡിയകൾ കൊണ്ടുവരും ഞങ്ങൾ. അപ്പം റിയലി പറയും, ചേച്ചി ഇത് വേണോ, ആലോചിച്ചിട്ടാണോ ഇതിൻ്റെ കോസ്റ്റ് ഇങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെ പറഞ്ഞുതരും. അപ്പോൾ അനു അന്ന് പറഞ്ഞു വെച്ചാൽ ഈ പ്ലോട്ടിന് കോസ്റ്റ് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ താഴോട്ട് സ്റ്റെപ്പ് ഇറക്കണം. അതിനൊരു ഐഡിയ അതിന് തന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ മ്യൂച്വലി അഗ്രി ചെയ്തിട്ടാണ് ഇങ്ങനെ മുഴുവൻ റോഡ് വരെ പൊക്കണ്ട, ഒരു ഹാഫ് ദ വേ പൊക്കി ഇങ്ങനെ പ്രൈവസി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ ആക്കാം എന്നുള്ളത്. അതിൽ ഞങ്ങൾക്ക് ഇപ്പോഴാണ് നമുക്കത് റിയലി മനസ്സിലായത്, എത്ര പ്രൈവസിയാണ് നമുക്ക് ഈ ഇൻസൈഡിലുള്ള കോർട്ട്യാർഡ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് കോർട്ട്യാർഡിൽ നമ്മൾ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് ആ ഫീൽ കിട്ടുന്നത് മോർണിംഗിലൊക്കെ. ആ ഒരു എക്സ്പീരിയൻസ് റിയലി അപ്രീഷിയേറ്റ്. പ്ലാനിങ് ചെയ്യുമ്പോഴായാലും നമ്മളുടെ ഒരു വിഷൻ പലപ്പോഴും പറഞ്ഞ് ക്ലയന്റിനെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ്. ആക്ച്വലി നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്ന ആ ഒരു വിഷൻ കൺവേ ചെയ്യാനായിട്ടൊരു പാടുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങളിലും ഒരു ഡിസിഷൻ എടുക്കുന്നതെന്നുള്ളത് പറഞ്ഞ് ക്ലയൻസിനെ മനസ്സിലാക്കാൻ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സൈറ്റിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് കുറച്ച് ചലഞ്ചിങ് ആണ് നമ്മളെ സംബന്ധിച്ചോളം. അത് ചിലപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും അല്ലേ, നമ്മളുടെ ഭാഗത്തുനിന്ന് പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഇപ്പോ വന്ന ഒരു റിസൾട്ടും പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും അല്ലേ, അതെങ്ങനെ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമുക്കറിയത്തില്ല, നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. സോ നമ്മൾ വേറൊരു വീട്ടിൽ കണ്ടത് ഒക്കെ കാര്യങ്ങളായിരിക്കും നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മുടെ സൈറ്റിന് അല്ലെങ്കിൽ നമ്മുടെ പ്രോജക്റ്റിന് മാച്ച് ചെയ്യാൻ നമ്മൾ നോക്കാറേ ഇല്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഫ്രണ്ട് സൈഡിൽ ഒരു പാശ്യമുണ്ട്, ഒരു വരാന്ത പോലെ പാശ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ക്ലോസ് ചെയ്യണം. കാരണം റോഡ് എൻട്രൻസ് ആയിട്ട് ആയതുകൊണ്ട് എൻ്റെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൽ നിന്നുള്ളവർക്ക് ക്ലോസ് ആണ്, പറയത്തില്ല, പ്രൈവസി ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത്, ഞാൻ വിചാരിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ വന്നിരിക്കാനോ ഒന്നും പോസിബിൾ അല്ല, ബിക്കോസ് ആ പ്രൈവസി കിട്ടത്തില്ലെന്നാണ് ഞാൻ കരുതുന്നത്. സോ ഞാനത് അഡമൻ്റായിട്ട് അത് ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അനു ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്നെ ഇങ്ങനെ റിമൈൻഡ് ചെയ്യിക്കുന്നുണ്ട്, അങ്ങനെ ക്ലോസ് ചെയ്താൽ ഇതിൻ്റെ ഇത് പോകും, നമ്മുടെ എലിവേഷനെ ബാധിക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞില്ല അനു, എനിക്ക് മാത്രമല്ല ഈ ഒരു സ്പേസ് കുട്ടികൾക്ക് കളിക്കാനായാലും ഓടി കളിക്കാനൊക്കെ അത് ക്ലോസ് ചെയ്താലും പിന്നെ അത് എത്ര പലതവണ എന്നെ അനു കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ എന്നിട്ടൊന്നും അവിടെ നിന്ന് കേട്ടില്ല. പിന്നെ ഇവിടെ വന്നിട്ടും അനു എന്നോട് പറഞ്ഞു, ചേച്ചി കുറച്ച് ദിവസം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്ക്, പിന്നെ വേണമെങ്കിൽ നമുക്കിത് ക്ലോസ് ചെയ്യിക്കാം. പക്ഷേ ഇപ്പോൾ അത് ഓപ്പൺ ആക്കിയിട്ടപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ വീട്ടിലെ ഏറ്റവും നല്ല സ്പേസായി മാറിയത്. സോ ആർക്കിടെക്റ്റിന് അല്ലെങ്കിൽ ഇൻറ്റീരിയർ ചെയ്യുന്ന ടീമിന് നിങ്ങൾ കുറച്ച് ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ബെറ്റർ ആക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും, അവരുടെ മൾട്ടിപ്പിൾ എക്സ്പീരിയൻസ് ആയിരിക്കും. സോ ആ ഫ്രീഡം നമ്മുടെ പ്രോജക്റ്റിന് ഗുഡായിരിക്കും. ഫ്രീഡം പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ ക്ലയൻസ് പറയുന്നതിൽ അവരുടെ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള നീഡ്സ് ഉണ്ടാവും. അത് ഉറപ്പായിട്ടും നമ്മൾ ബഹുമാനിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷെ അത് ചിലപ്പോൾ ക്ലയന്റ് ഉദ്ദേശിക്കുന്ന രീതിയിൽ ചെയ്യുമ്പോഴായിരിക്കത്തില്ല അതിന് റിസൾട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ അത് നമ്മൾ പറയുമ്പോൾ അത് കൺവേ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് ക്ലയൻസ് ഉണ്ട്, അവരെല്ലാവരും ഇതെന്താണ് പറയുന്നത്, അവസാന സ്റ്റേജിലേക്ക് ആവുമ്പോഴാണ് അതിന്റെ ഒരു വിഷൻ, ആക്ച്വൽ വിഷൻ എന്താണെന്നുള്ളത് മനസ്സിലാവുന്നുള്ളത്. കറക്റ്റാണ്. തീർച്ചയായിട്ടും.
ഇന്റീരിയറിന്റെ നമ്മുടെ ചേട്ടനുണ്ട്, എങ്ങനെയുണ്ട്? ഇന്റീരിയർ ഞങ്ങൾ അജീനെ ഞങ്ങൾക്കൊരു കസിൻ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവരുടെ വീട്ടിൽ ചെന്നിട്ട്. നമ്മള് തന്നെ ചെയ്തിട്ടുള്ളത്. അതെ, സ്റ്റുഡിയോ ചെയ്ത പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് അന്നേരം നമ്മൾ പിന്നെ വിചാരിച്ചു ഒരു പ്രോജക്റ്റും കൂടെ കണ്ടു നോക്കാം. അപ്പം കസിൻ ആയതുകൊണ്ടും കസിൻ പറയുന്ന റിവ്യൂസ് ഞങ്ങൾക്കുണ്ട്. അപ്പം ഞങ്ങൾ വേറൊരു പ്രോജക്റ്റ്, വലിയൊരു പ്രോജക്റ്റ് ആക്ച്വലി ചെയ്തെന്ന് വെച്ചാൽ അവിടെ ചെന്നപ്പം അവർ ചെയ്ത് ജസ്റ്റ് കംപ്ലീറ്റ് ആയ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ജസ്റ്റ് അന്നേരം ഓൺ ഗോയിങ് അബൌട്ട് ടു കംപ്ലീറ്റ് ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതൊരു ബിഗ് പ്രോജക്റ്റ് ആണ്, നല്ല തഴവയിലെ പ്രോജക്റ്റ്. അപ്പം ഞങ്ങൾ അജി ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് തഴവയിലൊരു പ്രോജക്റ്റ്, ഞങ്ങൾ കണ്ടുപിടിച്ച് തേടിപ്പിടിച്ച് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ പുള്ളിയും ഞങ്ങളുടെ കൂടെ അവിടെ തന്നെ ഉള്ളൊരു പുള്ളിക്കാരനാണ്, ദുബായിൽ നിന്ന് തന്നെ. അപ്പം എബ്രോഡിൽ നിന്നുള്ള ഒരാൾ തന്നെ സെയിം കോർഡിനേഷനൊക്കെ അജിയെ പറ്റി വെരി പോസിറ്റീവായിട്ടാണ് പറയുന്നത്. കാരണം ഞങ്ങൾക്ക് കുറച്ച് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ട്. കാരണം നമ്മൾ വിളിക്കുമ്പോൾ ചിലപ്പം നമ്മുടെ ടൈം സോണും ഇവിടെയായിട്ട് ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പോയി കാണാനോ അങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഇല്ല. സോ പുള്ളി അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് വളരെ പോസിറ്റീവ്. പിന്നെ ആ വർക്കും ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു, വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ തന്നെ ഞങ്ങൾ ഫിക്സ് ആക്കി അജിയെ. പിന്നെ ഏകദേശം 10-15ഓളം പ്രോജക്റ്റ് ഇപ്പൊ നമ്മൾ അസോസിയേറ്റ് ഒരു പ്രോജക്റ്റിൽ പോലും ഒരു ബ്ലാക്ക് മാർക്ക് വീണിട്ടില്ല. ഇല്ല, അജിയുടെ ഒരു പോസിറ്റീവ്, അജി എത്തിക്കൊണ്ട് പറയാന്ന് വിചാരിക്കരുത്. അജിയുടെ ഒരു പോസിറ്റീവ് ചിലപ്പോൾ നമ്മൾ ഇതല്ലല്ലോ ഞാൻ ഇവിടെ പറഞ്ഞത്, ഇത് ഇവിടെ ആണെന്നിട്ട് നമ്മൾ ചൂടാവാനായിട്ട് വിളിക്കുന്ന സമയത്ത് ഇപ്പൊ ശരിയാക്കി തരാനായിട്ട് അജി അത് എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് അപ്പൊ തന്നെ സോർട്ട് ചെയ്ത് തരും. അത് ഇതല്ല ഇതാണെന്ന് തോന്നാൻ നമ്മളെ കൺവിൻസ് ചെയ്ത് അതല്ല ഇതിന് ബെറ്റർ ആയിട്ടുള്ള കാര്യം ഇതാണ് എന്ന് പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തരും. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഇതൊന്നും കണ്ടിട്ടില്ല, പഴയ വീടുകളിലൊന്നും ഉള്ളതല്ലല്ലോ ഇപ്പൊ വയ്ക്കുന്ന കാര്യങ്ങൾ. അത് കുറേ ദിവസം നമ്മളായിട്ട് ലോങ് അവേഴ്സ് ഇരുന്ന് ഡിസ്കഷൻ ചെയ്ത എൻ്റെ ടീം. അതിൽ നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞാലും എഗെയിൻ ആൻഡ് എഗെയിൻ ഒരു മടിയില്ല അവർക്കത് റിവൈസ് ചെയ്ത്. ഞാനാണെങ്കിൽ ഓരോ റീൽസ് കണ്ടു കഴിയുമ്പോഴും ഇവരെ വിളിച്ച് മാറ്റിക്കും. അങ്ങനെ എത്രയാ മാറ്റിച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അവര് പറഞ്ഞു നിങ്ങൾ കണ്ട നിങ്ങളുടെ സജഷൻ ആണ്. അപ്പൊ ഞങ്ങൾ ആക്ച്വലി ചോദിച്ചിരുന്നു നിങ്ങൾ ചെയ്ത വർക്കുകളുടെ കുറച്ചുകൂടെ കുറെ ഫോട്ടോസ് കാണിക്കും. അപ്പം അജി നിർബന്ധമായിട്ടും പറഞ്ഞ് സാർ അത് വേണ്ട, നിങ്ങളുടെ ഇൻപുട്സ് ഞങ്ങൾ അതുകൂടെ ചേർത്ത് ചെയ്യാമെന്ന് പറഞ്ഞു. ആക്ച്വലി അത് പിന്നീടാണ് എനിക്കത് മനസ്സിലായത് കറക്റ്റ് ആണ്. കാരണം നമ്മുടെ ഇൻപുട്ടാണ് അവർക്ക് വേണ്ട, അതിനെ ബേസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ ഏത് തീമിലേക്ക് വേണമെങ്കിലും ഒരു പ്രോജക്റ്റിനെ കൺവേർട്ട് ചെയ്യാം. ക്ലൈന്റ് ഓറിയന്റഡ് ആയിരിക്കണം അപ്പൊ എല്ലാ പ്രോജക്ട്സും. അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് നമ്മൾ കൊളാബ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. അത് മാത്രമല്ല നമ്മുടെ പെയിന്റിന് സ്യൂട്ടായിട്ടുള്ള മെറ്റീരിയലിന്റെ കളറൊക്കെ അജി നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്. ചിലർ ഒരു സജഷൻസും പറയത്തില്ല, മിണ്ടാതങ്ങിരിക്കും. അപ്പം നമ്മൾ തന്നെ ഓരോന്നൊക്കെ കണ്ടുപിടിച്ച് ചിലപ്പം അത് മാച്ച് ചെയ്യാത്ത കളറിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ അവിടെ അവരുടെ ഓഫീസിൽ ചെന്ന് ഈ കളറൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് ഫാറായിട്ടുള്ള കളറിലോട്ടൊക്കെയാണ് പൊക്കോണ്ട്. അപ്പോൾ അജി എന്നോട് പറഞ്ഞു ഇത് നിങ്ങളുടെ തീമായിട്ട് മാച്ച് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല, നമുക്ക് കുറച്ചും കൂടെ ലൈറ്റായി വരാം. ആ സജഷൻസ് നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾക്ക് അറിയാത്ത സമയത്ത് ഒരാൾ റിയലി സജസ്റ്റ് ചെയ്യാനുള്ളത്. നമ്മൾ ആ ലാമിനേറ്റ് ഒരെണ്ണം കാണുമ്പോൾ ആ ലാമിനേറ്റ് മാത്രമേ കാണുള്ളൂ. പക്ഷേ ഇന്റീരിയറോ അല്ലെങ്കിൽ ഒരു ഇന്റീരിയർ ഡിസൈനറോ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റോ കാണുന്നത് ഓവറോൾ അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. വീട് മൊത്തത്തിൽ വരുമ്പോൾ ഒരു കോമ്പിനേഷൻ. ഇപ്പൊ ഹൗസ് വാമിങ്ങിന് വന്ന എല്ലാ ആളുകളും പറഞ്ഞേക്കുന്നത് പെയിന്റും ഇന്റീരിയറും തമ്മിൽ ഒരു കർട്ടനും പെയിന്റും ഇന്റീരിയറും ഒരുമിച്ചെടുത്ത പോലെ അത്ര മാച്ചിങ് ആണെന്നാണ് പറയുന്നത്. സാധാരണ ഇങ്ങനെ ഇന്റീരിയർ നമ്മൾ പെയിന്റൊക്കെ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തല്ലേ, അതുമായിട്ട് മാച്ച് ചെയ്തിട്ടാണ് അജി ഇന്റീരിയറിന്റെ പാറ്റേൺ ഒക്കെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതൊരു എക്സലന്റ് എഫേർട്ടാണ്. സ്പെഷ്യലി അവരുടെ ടീം സോ പ്രൊഫഷണലാണ്. ഇത് എന്ത് ചെറിയ ഇഷ്യൂസ് നമ്മൾ പറഞ്ഞാൽ അന്നേരം തന്നെ ഒരു സൊല്യൂഷൻ ഉണ്ട്. അത് ആരെങ്കിലും ഒരാൾ ഏത് മിഡ്നൈറ്റ് ആണ് റെസ്പോണ്ട് ചെയ്തിരിക്കാൻ. ഒരുപാട് ഞാൻ പറഞ്ഞ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയത്തില്ല ഓണസ്റ്റ്ലി പറഞ്ഞാൽ. നമുക്ക് ഇതൊരു സ്റ്റാർട്ടിങ് ടു എൻഡ് പറയുന്നത് വലിയ ജേർണിയാണ്. ഇതിനകത്ത് പല ഘട്ടങ്ങളിലും പല കാര്യങ്ങൾ നമ്മൾ അറിയണം. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ ഇനിഷ്യലി ഞാൻ എന്ത് ചെയ്താൽ യൂട്യൂബിൽ ഇതൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ആക്ച്വലി നമുക്ക് ഫുൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ആക്ച്വലി ഒരു അഡ്വൈസർ ഉള്ളതാണ് ബെസ്റ്റ്. നമുക്കൊരു അഡ്വൈസർ ഉണ്ടെങ്കിൽ അതിൽ അനു സ്റ്റാർട്ടിങ് ടു എൻഡ് നമുക്ക് എല്ലാ കാര്യങ്ങളും അഡ്വൈസാണ്. ഓരോ കാര്യം ഇപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഒരു കാര്യം അനു ക്ലാസ്സിൻ്റെ ഇന്നതാണ്, അപ്പോൾ അനു ഒരു സജഷൻ തരും. ആ സജഷൻ അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാകുക അവർ നല്ല പ്രൊഫഷണൽ ടീമായിരിക്കും. അതേപോലെ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ഇന്റീരിയർ ചെയ്യാനായാലും അങ്ങനെ ഓരോ വർക്ക്സിനും അനു തന്ന റെഫറൻസ് ആക്ച്വലി ഞങ്ങൾക്ക് റിയലി ഹെൽപ്ഫുൾ ആയിരുന്നു. അത്
അതൊരു സ്പെഷ്യൽ താങ്ക്സ്. ഞങ്ങൾ നോക്കുന്നത് ഇപ്പോൾ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ ഇന്റീരിയർ എടുക്കുന്ന ഒരു പ്രൊജക്ട് ഇപ്പം ഏകദേശം നമ്മളിപ്പോൾ 10 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ മിക്കയിടത്തും ഞങ്ങളുടെ വർക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് തീർക്കാറുണ്ട്. പക്ഷെ ബാക്കി വർക്കുകളിലേക്ക് ഇടയ്ക്കൊക്കെ അവർക്കൊരു സജഷൻ ഇല്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ഇല്ലാത്തതുകൊണ്ടും കളർ സെലക്ഷൻ അങ്ങനെയൊക്കെ കുറേ പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് ലാസ്റ്റ് മൊമെന്റിൽ അവർക്കത് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ നോക്കുന്നത് ഞങ്ങൾ എടുക്കുന്ന ഇന്റീരിയർ വർക്ക് ആണെങ്കിൽ പോലും എല്ലാത്തിലും ഞാൻ ഇൻവോൾവ് ആവാറുണ്ട്. അപ്പോൾ അതിവിടെ എക്സ്പീരിയൻസ് എല്ലാ കസ്റ്റമറും അങ്ങനെ എല്ലാവർക്കും ഞാൻ അങ്ങനെ തന്നെയാണ് കൊടുക്കാറ്. അപ്പം കുറച്ചും കൂടെ പ്രോജക്റ്റ് നന്നാവും. ഫുൾ പ്രോജക്റ്റ് എല്ലാ സൈഡ് കൊണ്ട് ബെറ്റർ ആകുമ്പോഴാണ് ക്ലയൻറ്റ് ഹാപ്പി ആവുന്നത്. ഞങ്ങൾ നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിൽ എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ അവർക്കത് ഹാപ്പി ആവണം. അപ്പം അതുകൊണ്ട് നമ്മൾ എല്ലാത്തിലും ഇൻവോൾവ് ആയി എത്രത്തോളം നന്നാക്കാമോ അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കാറുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ആ അവസാനം ഡേയിൽ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം അവരുടെ ഫേസിൽ ഞങ്ങൾക്ക് കാണണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഇപ്പം ലാസ്റ്റ് 2 days ഞാനിവിടെ ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ പോലും ഞാൻ അത്ര എഫേർട്ട് എടുത്ത് ഞാൻ 3-4 ദിവസമായിട്ട് പറഞ്ഞത് നമുക്ക് ഇൻഡോർ പ്ലാന്റ് വെക്കണം ഓർക്കുന്നുണ്ടോ? ടൈമില്ല അജിന്നൊക്കെ പറഞ്ഞ് ഒഴിവാറിയില്ല വെച്ച് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പോയി വാങ്ങി വെച്ചു. അതിൻ്റെ റിസൾട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കാണാനും കഴിയുന്നുണ്ട്. അപ്പം ഈ പറയുന്ന പോലെ ഒരു ഞാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, ഒരു വർക്ക് എടുക്കുമ്പോൾ ക്ലയൻറ്റിൻ്റെ ഹാപ്പിനെസ് എനിക്ക് ഉറപ്പായിട്ടും അവസാനം ഡേയിൽ കാണും. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ട് ഞങ്ങളിപ്പം ഏകദേശം 20 പേരുടെ പ്രൊജക്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു കസ്റ്റമറിന് പോലും ഒരു ഇഷ്യൂ ഒരു മൈനായിട്ടുള്ള ഇഷ്യൂസ് പോലും യൂഷ്വലി അങ്ങനെ ഇന്റീരിയറുകാർ അത്രയും സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ലൈറ്റ്സ് സെലക്ട് ചെയ്യാനോ അല്ലെങ്കിൽ കേർട്ടൺ സെലക്ട് ചെയ്യാനോ ഏത് ടീം വന്നാലും ഞങ്ങൾ പെട്ടെന്ന് അജിയോ അല്ലെങ്കിൽ അനീഷിനെയോ നിങ്ങളുടെ ടീമിൽ അനീഷിനെയോ ആരെങ്കിലും കണക്ട് ചെയ്യണം. കാരണം അതൊരു ടീം വർക്കാണ്. റിയലി നിങ്ങളത് ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ടാണ് ഞങ്ങൾക്ക് ഈ പ്രോജക്ട്സുകളെല്ലാം നന്നാവുന്നത്. ഇപ്പം ആരോഗ്യ ഡിസൈനിലാണെങ്കിൽ പോലും എല്ലാത്തിലും ഞങ്ങൾ 2 പേരും അതുപോലെ തന്നെയാണ്. ഇപ്പം എനിക്ക് ഡൗട്ടുള്ളപ്പോൾ ഞാൻ അപ്പം തന്നെ ആരോഗ്യം വിളിക്കും, ആരോഗ്യം വിളിക്കും. ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ല, നിങ്ങൾ തമ്മിലുള്ള സിങ്ക് ഞങ്ങൾക്ക് റിയലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാത്തിനും ഞങ്ങൾക്ക് മീഡിയേറ്റർ ആവാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് സമയമില്ല അത്രയും. നിങ്ങൾ തമ്മിൽ സോർട്ട് ചെയ്തോളും. മോസ്റ്റ്ലി ഉള്ള എന്ത് ഡൗട്ട്സ് ആയാലും കൺസേൺസ് ആയാലും അല്ലെങ്കിൽ ഇഷ്യൂസ് ആയാലും നിങ്ങൾ സോർട്ട് ചെയ്തോളും. ഇൻ ബിറ്റ്വീൻ ഞങ്ങൾ ഓൾ ദ ടൈം വരേണ്ട ആവശ്യം വന്നിട്ടില്ല. നിങ്ങളങ്ങ് സോർട്ട് ചെയ്യും. ഞങ്ങൾ സൊല്യൂഷനും വന്നു കഴിയുമ്പോഴാണ് ഞങ്ങളായിരുന്നു ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, ഇങ്ങനെ കണക്ട് ആയി. അത് ഞങ്ങൾക്ക് തരുന്ന ഒരു റിലാക്സ് ഉണ്ടല്ലോ, പ്രത്യേകിച്ചും സൈറ്റിൽ ഇല്ലാത്ത സ്ഥിതിക്ക് അത് റിയലി ഹെൽപ്ഫുൾ ആണ്. പ്രോജക്റ്റ് ഒരു എക്സാമ്പിൾ ആണല്ലേ നമ്മളുടെ ഡിസൈനർ ടീമിന്റെ ഒരു വിഷനെ സപ്പോർട്ട് ചെയ്യുന്ന ക്ലയൻസ് വരുമ്പോഴേക്കും അതിന്റെ റിസൾട്ട് എങ്ങനെയാന്നുള്ളത് ശരിക്കും പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം അതാണ്. ആ ഒരു വിഷൻ ഫോഴ്സ് ചെയ്യാനായിട്ട് പല ക്ലയൻസിനും പറ്റില്ല. നമ്മളുടെ വാക്കാൽ പറയുന്നതിന്റെ ലിമിറ്റേഷൻ ഉണ്ട്. അതിൽ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും. പക്ഷെ ഒരുപാട് ക്ലയൻസ് നമ്മുടെ കൂടെ നിൽക്കും. അത് ഉറപ്പായിട്ടും അവരത് പ്രോജക്റ്റ് കഴിയുമ്പോൾ നമ്മളോട് പറയുകയും ചെയ്യും. അന്ന് നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം പ്രോജക്റ്റ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഇന്റീരിയറിനായാലും അതുപോലെ തന്നെ അന്ന് നിങ്ങൾ പറഞ്ഞ ആ കളറിന്റെ അർത്ഥം ചെറിയ കാര്യങ്ങളായാലും ഓരോ പ്ലോട്ടിന്റെ ഡെവലപ്മെന്റിന്റെ കാര്യത്തിലായാലും എലിവേഷന്റെ കാര്യത്തിലായാലും എലിവേഷന്റെ എലമെന്റിന്റെ കാര്യത്തിലായാലും നമ്മൾ ആദ്യം കാണുന്ന ആ ഒരു വിഷൻ ഫോഴ്സ് ചെയ്യാൻ, കാരണം അവരുടെ പ്രൊഫഷൻ അല്ല, അവർക്കത് അറിയണം എന്നില്ല. അവർക്കത് അതിനെപ്പറ്റി ടെക്നിക്കലായിട്ട് അറിയണം എന്നൊരു നിർബന്ധമില്ല. പക്ഷെ അത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ക്ലയൻസിന്റെ പ്രോജക്ട്സ് വളരെ ആ ഒരു പർട്ടിക്കുലർ പ്രോജക്ട്സ് എല്ലാ ക്ലയൻസും നമ്മളോട് തിരിച്ചു എന്ന് പറയും. ഈ പ്രോജക്ട്സും ഈ ഒരു പ്രോജക്റ്റും അതിനൊരു വലിയ എക്സാമ്പിളാണ്. ഈവൻ സൈറ്റിന്റെ കാര്യത്തിലായാലും എല്ലാ കാര്യങ്ങളും എലിവേഷന്റെ കാര്യത്തിലായാലും എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യുന്ന 2 ക്ലയൻസ് ആയിരുന്നു. അല്ല, ഇതില് നമുക്ക് ഈ പറയുന്ന പോലെ ക്ലയന്റിനോട് കുറച്ച് ഐഡിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഹെൽപ്ഫുൾ ആണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഡിസൈൻ ടൈമിൽ ഞങ്ങളൊന്ന് ചെയ്യുന്നു, അപ്പം ആരും എൻ്റെ അടുത്ത് പറയുന്നു, അതിനനുസരിച്ച് ഞാൻ അതിനെ ഡെവലപ്പ് ചെയ്യും. അപ്പം അത് കൊടുക്കുമ്പോൾ ക്ലയന്റിന്റെ ഒരു ഇൻപുട്ടും കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഡിസൈനിങ് ടീമും ആർക്കിടെക്ചർ ടീമിനും നോക്കുമ്പോൾ ഞങ്ങൾ ഹാപ്പി അങ്ങനെ വർക്ക് ചെയ്യുന്നവരാണ്. ഇപ്പോൾ നമ്മളൊരു കാര്യം പ്രസന്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഒരു റിപ്ലൈ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ ടീമിനോ ഒരിക്കലും അതൊരു ബുദ്ധിമുട്ടേ അല്ല. ഞാൻ എപ്പോഴും ഒരു ഓഫീസിൽ പറയുന്ന ഒരു കാര്യം, എന്താണോ ക്ലയന്റ് പറയുന്നത് അതും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം ഡിസൈൻ ചെയ്യാൻ. കളർ തീമും അവരുടെ മൈൻഡിന് ഒരു കൂൾ ഫീൽ കൊടുക്കുന്ന സാധനങ്ങൾ നമുക്ക് ഡിസൈൻ ചെയ്യണം. ചിലപ്പോൾ നമ്മൾക്ക് അവരുടെ അതേപടി അവർ പറയുന്ന പോലെ ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം, കാരണം ഓവറോൾ വരുമ്പം ആ വീടിന് എങ്ങനെയായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് നമ്മൾ മാക്സിമം കൺവിൻസ് ചെയ്യാം. ചില പ്രൊജക്ട്സിന് നമ്മൾ അത് നേരിട്ടിട്ടുണ്ട് അല്ലേ, അവരുടെ ടേസ്റ്റ് വളരെ വ്യത്യാസമായിരിക്കും. പക്ഷെ അവർ ഓവറോൾ കണ്ടുവരുമ്പോൾ അവർക്ക് അത് തന്നെ ആയിരിക്കും വേണ്ടത്. പക്ഷെ ഇൻഡിവിജ്വൽ ആ ഒരു മെറ്റീരിയൽ മാത്രം കാണുമ്പോഴേക്കും അവർക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റത്തില്ല.
ഓവറോൾ കാണുമ്പോൾ എക്സാക്ട്ലി ഇത് തന്നെയാണ് വേണം എന്ന് പറയുന്ന പ്രോജക്ട്സും ഒരുപാടുണ്ട്. ഇതിന് പല സ്റ്റേജിലുണ്ട്. നമ്മൾ ടൈൽസ് സെലക്ട് ചെയ്യുന്നതായാലും ഓരോ സെക്ഷനിലും നമ്മളിങ്ങനെ വർക്ക് ത്രൂ ചെയ്ത സമയത്ത് ഓരോ സമയത്ത് നമുക്ക് ആക്ച്വലി ആസ് എ ക്ലയൻറ്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ശരിക്കും കൺഫ്യൂഷൻ ഉണ്ട്. അത് നമ്മൾ 2-3 സ്ഥലത്ത് പോയി കാണുമ്പോൾ എല്ലാം ഒരേപോലെ ഇരിക്കും. അപ്പൊ നമ്മൾ ഏതെടുക്കണം, ഏതായിരിക്കും ഇവിടെ സ്യൂട്ട് ആവുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി അത് ഇന്നലെ ഇവിടെ പറഞ്ഞതാണ്. ഈ ബ്ലാക്ക് ടൈൽ ഇവിടെ വൈഫ് പറയുന്ന വെച്ചാൽ ഇത് നമുക്ക് ഫുൾ എൻഡ് വരെ ഇടാം. അനുവാണ് സജസ്റ്റ് ചെയ്തത് അത് അത്രയും വേണ്ട ചേട്ടാ, ഇത് ഇവിടെ വരെ ഇട്ടാലേ അതിന് ആ ഒരു പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. അത് ആക്ച്വലി നമ്മൾ ഇപ്പോഴാണ് അത് റിയലൈസ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ആ ഒരു അഡ്വൈസ് അവർ പറയുമ്പോൾ എങ്ങനെയാണെന്ന് ഒന്ന് നമ്മുടെ ഭാഗത്തുനിന്നോടൊന്ന് ആലോചിക്കുമ്പോഴും അതേപോലെ അതാണ് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സിക്യൂഷനിൽ അതിന്റെ റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടുന്നതാണ് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. നമുക്കിപ്പം ഇനി വരാൻ പോകുന്ന പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റുകൾ, ഞങ്ങൾ ചെയ്യുന്ന പ്രൊജക്റ്റുകളുള്ള ക്ലയന്റിന് എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? അത് പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മളുമായിട്ട് ക്ലയൻറ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലയൻറ്റ് ചോദിക്കുന്ന ക്വസ്റ്റിന് ഒരു പ്രോപ്പറായിട്ട് റെസ്പോൺസ് കൊടുക്കുക, അവരെ കൺവിൻസ് ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മളൊരു പ്രൊജക്റ്റ് ഇതിൽ കുറേ ഡിസ്കഷൻ ഉണ്ടായി, ആ ഡിസ്കഷനിലൊക്കെ കോപ്പറേറ്റീവ് ആയിരിക്കണം. അതേപോലെ ആ ഡിസ്കഷനിൽ ഇൻപുട്ട് ക്ലയൻറ്റ് പറയുന്ന ഇൻപുട്ടിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതേപോലെ തന്നെ സജഷൻസ് അവർ നമ്മൾ പറയുന്നത് മാത്രം കേട്ട ആ ഒരു എക്സിക്യൂഷൻ മാത്രമല്ല വേണ്ട. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ആക്ച്വലി ഇതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ചേർന്നുള്ളൊരു വർക്കാണ്. അതായത് ഈ എൻ്റെ വീടാണ് എങ്കിൽ കൂടി പക്ഷെ നമ്മൾ എല്ലാവരും കൂടെ ചേർന്നുള്ളൊരു വർക്ക് വരുമ്പോഴേ നമുക്കൊരു എക്സിക്യൂഷൻ അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് പ്രോപ്പറായിട്ട് വരുന്നുള്ളൂ. അപ്പം എന്താണ് അവിടെ നിന്നൊരു സജഷൻ ഉണ്ടാണ്. അതിൽ അജിയുടെ ഭാഗത്തു നിന്നായാലും നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ അജിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും അതേപോലെ അനുവിൻ്റെ ഭാഗത്തു നിന്നായാലും നമുക്ക് എല്ലാവരും ചേർന്ന് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ചേർന്നുള്ളൊരു എല്ലാവരുടെയും ഒരു ഇൻപുട്ട് വരുമ്പോഴാണ് അതിൻ്റെ എക്സിക്യൂഷൻ വരുന്നത്. അതിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇൻറ്റീരിയറും ആർക്കിടെക്റ്റൂടെ തമ്മിലൊരു കോർഡിനേഷൻ മസ്റ്റാണ്. അത് ആക്ച്വലി നിങ്ങൾ തമ്മിൽ സിങ്ക് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു ഡിഫിക്കൽട്ടീസ് ഒന്നുമില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴത്തുള്ള എക്സിക്യൂഷനിലെ ഔട്ട്പുട്ട് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവുന്നത്. കാരണം ഇത് ഇൻ ബിറ്റ്വീനുള്ള ചാലഞ്ചസ് ഒക്കെ നിങ്ങൾ തമ്മിൽ ഇന്റേണലി ഡിസ്കസ് ചെയ്തത് ക്ലോസ് ചെയ്തു എന്നുള്ളത് അത് വളരെ വളരെ എനിക്ക് ഹെൽപ്ഫുൾ ആണ്. അപ്പം നമുക്ക് ഇപ്പോൾ ഒരു ആർക്കിടെക്ട് വന്നു കഴിഞ്ഞാൽ ആർക്കിടെക്റ്റുമായിട്ട് സിങ്ക് ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയർ ആണെങ്കിൽ അല്ലെങ്കിൽ ഓരോ വർക്ക്സും അവരുമായിട്ട് സിങ്ക് ചെയ്തിരിക്കുന്നവരായിരിക്കും ബെസ്റ്റ് എന്നാണ് പേഴ്സണലി എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം. താങ്ക് യു. അപ്പം നമുക്ക് എന്താണ് ഇനി എടുത്തത്? എല്ലാവരും പോലെ വളരെ സന്തോഷം. ഓരോ പ്രോജക്റ്റ് കഴിയുമ്പോഴും മനസ്സ് നിറഞ്ഞിട്ടാണ് പോകുന്നത്. ഭയങ്കര സന്തോഷം. നിങ്ങളുടെ റെസ്പോൺസ് കേട്ടിട്ടായാലും നിങ്ങൾക്ക് കിട്ടിയ റെസ്പോൺസ് നമ്മളടുത്ത് പറയുമ്പോഴായാലും ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇതുപോലെ സന്തോഷത്തോടെ ഈ വീട്ടിൽ എന്നേക്കായിട്ട് ജീവിക്കട്ടെ, സന്തോഷത്തോടെ ജീവിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിലും. താങ്ക് യു സോ മച്ച്. അപ്പം മറ്റൊരു പ്രൊജക്റ്റുമായി ഇതേ ഹാപ്പിനെസ്സോടുകൂടി നമുക്ക് മറ്റൊരു ഫാമിലിയുമായി കാണാം.